സാറ് പറഞ്ഞ ഈ അക്കൗണ്ട് ഒരു അജയ് സിയാർ എന്ന ആളുടെ പേരിലുള്ളതാണ്. ഏതാണ്ട് 5 വർഷമായി അക്കൗണ്ട് തുടങ്ങിയിട്ട്. എന്നാൽ ഈ അക്കൗണ്ടിലേക്ക് കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ ഒരൊറ്റ അക്കൗണ്ടിൽ നിന്ന് മാത്രമാണ് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളൂ. അതൊരു വിൽട്ടൺ ഹോട്ടലിൻ്റെ അക്കൗണ്ടിൽ നിന്ന്. എൻ്റെ മോനൊരു പാവമായിരുന്നു സാറേ. മുളകൊടി മല്ലിപ്പൊടിയുടെ ഹോൾസെയിൽ സപ്ലൈ ആയിരുന്നു അവന്. ചേച്ചി, അജേഷ് എങ്ങനെ മരിച്ചത്? ഒരു ആക്സിഡന്റ് ആയിരുന്നു. 2 വർഷമായിട്ട് മുമ്പ് പോയിട്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതിന്റെ വിശദാംശങ്ങൾ നമ്മളോട് അല്പം കൂടി ആധികാരികമായും ക്രിയാത്മകമായും വിശദീകരിക്കുന്നതിനായി ഗ്രീൻ എർത്ത് ഇനീഷ്യേറ്റീവിന്റെ നോർത്ത് ഇന്ത്യൻ കോർഡിനേറ്റർ ശ്രീമതി വന്ദന ശ്രീവാസ്തവയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം ഈ പ്രസംഗം പരിഭാഷപ്പെടുത്തുന്നതിനായി മുണ്ടത്തിക്കോടിന്റെ പ്രിയപ്പെട്ട പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീ റോബിൻ മുണ്ടത്തിക്കോടിനെ ഈ വേദിയിലേക്ക് സവിനയം സസന്തോഷം ക്ഷണിക്കുന്നു. Ladies and gentlemen, namaskaram. My greetings and hello to you all. ഇവിടെ കൂടിയിരിക്കുന്ന സ്ത്രീകളെ പുരുഷന്മാരെ, അനദർ ഡെഡ് എൻഡ് അല്ലേ സർ? 2 വർഷം മുമ്പ് വാഹനാപകടത്തിൽ മരണപ്പെട്ട ഒരാളുടെ അക്കൗണ്ട് അവരുപയോഗിക്കായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും റൈം ചെയ്യുന്ന 2 വാക്കുകളാണ്. നമ്മുടെ ആ 3rd വിക്ടിം അശോകിന്റെ കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് വന്നു. അയാളുടെ സ്റ്റൊമക് വാഷിൽ സൈലോസിബിൻ ടോക്സിക് ലെവലിലുണ്ടായിരുന്നു. സൈലോസിബിൻ, ആസ് യു മൈറ്റ് ബി നോയിങ്, ഇറ്റ്സ് എ ന്യൂറോടോക്സിക് സബ്സ്റ്റൻസ്. ഇതുപോലത്തെ ഡോസേജ് അകത്ത് എന്നാൽ തലയിറക്കവും മറ്റും ഉണ്ടാവാം. സം പീപ്പിൾ ഈവൻ മൈറ്റ് ഗെറ്റ് ഡോസ്ഡ് ഓഫ്. അപ്പോ കില്ലേഴ്സ് അശോക് സെൽവരാജനെ തലകറക്കം ഉണ്ടാക്കിച്ച് ആശുപത്രിയിൽ എത്തിച്ചതിന്റെ മിസ്റ്ററി സോൾവ് ആയി. It will be clear for you when I tell you the story of 2 deserted tiger cubs. മരുഭൂമിയിലെ 2 കടുവകളുടെ വാലുകൾ ഞാനൊരു കപ്പിൽ വരച്ചു കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം കൂടുതൽ വ്യക്തമാകുമെന്നാണ് മാഡം നമ്മളോട് പറയുന്നത്. ഇയാളത് പരിഭാഷപ്പെടുത്തി കൊല്ലുമല്ലോ. സത്യം, ഇയാളുടെയൊക്കെ കോൺഫിഡൻസ് സമ്മതിക്കണം. എന്തൊക്കെ മണ്ടത്തരങ്ങളെ വിളിച്ച് പറയുന്നത്. ദിവ്യ, സർ, യു ആർ റൈറ്റ്. ആ വരികൾ തർജ്ജമ ചെയ്താണെങ്കിലോ മറ്റേതെങ്കിലും ഒരു ഭാഷ എന്നുള്ള ട്രാൻസ്ലേഷൻ. It's a translation from an original Latin quote by an 18th century physician called Giovanni Morgani. Yes. ലണ്ടനിൽ ആദ്യത്തെ പോസ്റ്റ്മോർട്ടം റൂമിന്റെ പുറത്ത് എഴുതി വച്ചിരിക്കുന്ന വാചകങ്ങൾ. ഡോക്ടർ സതീഷ് മാധവൻ പറഞ്ഞതനുസരിച്ച് വിളിക്കുന്നതാണ്. ഐ ആം ഡോക്ടർ ഗോവിന്ദരാജ്. സാറ് പറഞ്ഞ വാചകങ്ങളുണ്ടല്ലോ, അത് കേരളത്തിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടുള്ളതായിട്ട് എനിക്കറിയാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അനാട്ടമി ഡിസെക്ഷൻ ഹാളിന്റെ ഉള്ളിൽ എഴുതി വെച്ചിരുന്ന വാചകങ്ങളാണ്. Let conversation cease, let laughter flee. This is the place where death delights to help the living. അപ്പോ ഇനി 2 കൊലകൾ കൂടി. സർ, ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻസ് ആണ് ഡിസെക്ഷൻ ഹാളിൽ വരുന്നത്. ഒരു ബാച്ചിൽ 200 കുട്ടികൾ. ഞങ്ങൾ അവരെ 20 പേരുടെ ബാച്ചുകളായി ഗ്രൂപ്പുകളായി തിരിക്കും. മാഡം, ആ കാണുന്ന ടാങ്കുകളൊക്കെ എന്താണ്? ഫോർമലിൻ ടാങ്ക്സ്. അടുത്ത ദിവസം ഡിസെക്ഷനുള്ള കഡാവേഴ്സ് അതിനകത്താണ് ഇട്ടുവെക്കുന്നത്. മാഡം, ഈ സ്ഥലത്ത്, ഐ മീൻ ഈ പർട്ടിക്കുലർ ഹാളിൽ വെച്ചിട്ട് ഒരു ക്രൈമിലേക്കോ കൊലപാതകത്തിലേക്കോ നയിക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഇൻസിഡൻസ് നടന്നായിട്ട് ഓർക്കുന്നുണ്ടോ? സർ, ഞാനിവിടെ അനാറ്റമി ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്തിട്ട് 14 വർഷമായി. ഇങ്ങനെ എന്തെങ്കിലും നടന്നായിട്ട് എനിക്ക് ഓർമ്മയില്ല. സാർ, ഞാൻ ഈ കോളേജിൽ ജോയിൻ ചെയ്തിട്ട് 25 വർഷം കഴിഞ്ഞു. സാറിനറിയാമല്ലോ, ഇതൊരു സർക്കാർ സ്ഥാപനമാണ്. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വിവാദങ്ങളും വാർത്തകളുമാവുന്ന കോളേജുകളിലൊന്ന്. ഇവിടെ അത്തരത്തിൽ എന്തുണ്ടായാലും
അത് തീർച്ചയായും ഒരു വാർത്തയാവാതിരിക്കുന്ന പ്രശ്നമില്ല. പ്രതികാരം ചെയ്യാൻ ഒരാളെയോ കൂട്ടക്കുരുതി ചെയ്യാൻ ഒരു സൈക്കോപാത്തിനെയോ പ്രേരിപ്പിക്കുന്ന കാരണങ്ങൾക്ക് മറ്റുള്ളവരുടെ കണ്ണിൽ അത്ര വലിയൊരു പ്രാധാന്യം ഉണ്ടായിക്കൊള്ളുന്നില്ല പ്രതാപ് സാർ. ഇവിടുന്ന് പഠിച്ചിറങ്ങിയ ആയിരക്കണക്കിന് സ്റ്റുഡൻസിന് മാത്രമല്ല, ഇവിടുത്തെ ടീച്ചേഴ്സ്, സ്റ്റാഫ്, എന്തിന് കീറിമുറിച്ച് പഠിക്കാൻ വേണ്ടി ഇവിടെ കിടത്തുന്ന കെടാവറുകൾക്ക് പോലും പറയാനുണ്ടാവും ഒരുപാട് കഥകൾ. താങ്ക് യു മാം. സർ